ഇന്നലകളെ വായിക്കാനും നമ്മുടെ നാടിൻ്റെ മാറ്റത്തെ വായിക്കാനും പറ്റിയൊരു പുസ്തകം കൂടിയാണ് സഖാവ് വി.എസ്. കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റുന്നതിനുള്ള ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾ കൂടിയാണ്. അപ്പോൾ ഒന്നിനും വേണ്ടിയല്ലാതെ അന്നൊരു കാലത്ത് ഇത്തരത്തിലുള്ള ഒരു കെട്ട കാലത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഇക്കഴിഞ്ഞ കാലം അത്രയും നമുക്കരികിൽ ജീവിക്കുകയും നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്ത് ഇപ്പോൾ നമ്മെ വിട്ടുപോയിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്തിനുള്ള നഷ്ടമെന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാകെ നഷ്ടബോധത്തോടുകൂടി ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു വലിയ അധ്യായമാണ് സഖാവ് വി.എസ്. എന്ന കാര്യത്തിൽ സംശയമില്ല. വി.എസിൻ്റെ വേർപാട് നമ്മെല്ലാവർക്കും ഉണ്ടായിട്ടുള്ള നഷ്ടമാണ്. സമര പോരാളി വർഗത്തിൻ്റെ നേതാവ്, നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാട്ടം നടത്തുന്ന വ്യക്തിത്വം. അങ്ങനെ തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രദ്ധിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് കേരളത്തിൻ്റെ ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സാറിൻ്റെ വേർപാട് എല്ലാവർക്കും വല്ലാത്ത ദുഃഖം എന്നതാണ്. ബൊളീവിയൻ കാടതിൽ നീ പടർത്തി വിപ്ലവച്ചു വന്നൊരഗ്നിജ്വാലകൾ, ഈ പടർന്നാളി ബൊളീവിയൻ കാടതിൽ നീ പടർത്തി വിപ്ലവച്ചു വന്നൊരഗ്നിജ്വാലകൾ, ചങ്കുതിർത്ത ചോരയാൽ ചരിത്രമായതന്നു നീ, ചിന്ത തന്നിലലറുന്ന ചക്രവാതമായി മിഴുനീരണിഞ്ഞു മഴക്കാടൊരു മാത്ര, മരണത്തെ വെന്നു നിൻ മിഴികൾ അടയവേ, കാലമാം തിരശീല കയ്യാലൊതുക്കി നീ കരേറി, അനശ്വര സത്യനക്ഷത്രമായി ചങ്കുതിർത്ത ചോരയാൽ ചരിത്രമായന്നു നീ, ചിന്തയിൽ അലറുന്ന ചക്രവാതമായി നീ.